ഈ നാട്ടിലെ ആളുകളെ അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് കാണിക്കാൻ പാടില്ലായിരുന്നു. ഈ നാടിനെ ഇത്രയും കാലമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു കൗതുകമാണ് എനിക്ക് തോന്നുന്നത്. പേരാമ്പ്രയിലെ ആളുകൾ അവരുടെ കുട്ടിയെ പോലെ അവരുടെ മകളെ പോലെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് പേരാമ്പ്ര. അതിന് പല കാരണങ്ങളാണ്. ഇത്തവണ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ ഇവിടെ UDF സ്ഥാനാർത്ഥിയെ വന്നിരിക്കുന്നത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയാണ്. ഒപ്പം തന്നെ ഇത് LDF കൺവീനർ TP രാമകൃഷ്ണൻ്റെ സിറ്റിംഗ് മണ്ഡലവുമാണ്. ഇത്തവണ ഇത് അട്ടിമറി ജയത്തോടെ പിടിച്ചെടുക്കുമെന്നുള്ളതാണ് UDF അവകാശപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് പര്യടന വിശേഷങ്ങൾ എന്താണ്, ഒപ്പം തന്നെ പ്രതീക്ഷകൾ എന്താണ് എന്ന് പങ്കുവയ്ക്കാൻ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. തഹ്ലിയ, എങ്ങനെയാണ് പ്രതീക്ഷകൾ, എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം? എങ്ങനെയാണ്? 100% ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടേക്ക് ലാൻഡ് ചെയ്തത്. അതിനേക്കാൾ ആത്മവിശ്വാസം ഓരോ ദിവസം കൂടുമ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ആത്മവിശ്വാസം കൂടുകയാണ്. വളരെ പ്രതീക്ഷയിലാണ് ആളുകൾ എന്നെ നോക്കിക്കാണുന്നത്. അവരുടെ ഒരു പ്രതിനിധിയാവാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് അവർക്ക് തോന്നുന്നു എന്നുള്ളതാണ് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. നമ്മൾ മാസങ്ങൾക്ക് മുൻപ് സംസാരിച്ചപ്പോൾ കുറ്റിച്ചിറയുടെ പാത്തുമായിരുന്നു, ഇനി പേരാമ്പ്രയുടെ പാത്തുമായിട്ട് നിയമസഭയിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും പേരാമ്പ്രയിലെ ആളുകൾ അവരുടെ കുട്ടിയെ പോലെ അവരുടെ മകളെ പോലെ ഏറ്റെടുത്ത് കഴിഞ്ഞു. 100% അവരെ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ നാടിൻ്റെ നന്മ, ഈ നാടിൻ്റെ മതേതരത്വ ബോധം, ജനാധിപത്യ ബോധം അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്തം. അത് 100% ചെയ്യുക എന്നുള്ളതിലേക്കാണ് ഞാൻ ആളുകളോട് അവരുടെ വിഷമങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പരാതികൾ അതൊക്കെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ വികസന പ്രശ്നങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ പേരാമ്പ്രയെ സംബന്ധിച്ച് വിവാദങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു അനൗൺസ്മെന്റ് വിവാദം, അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഇത്തരം വർഗീയപരമായിട്ടുള്ള പ്രചരണങ്ങൾ എങ്ങനെയാണ്? അതെ, ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ള വികസന പ്രശ്നങ്ങൾ ഞങ്ങൾ ഉയർത്തുമ്പം പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് LDFന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളും കാർഡുകളും ഉയർത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും അതിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടില്ല. ഈ നാടിന്റെ വികസന പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്. ഇത്തരം വർഗീയ കാർഡുകൾക്ക് ജനം മറുപടി നൽകുമെന്നാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ ഈ നാട്ടിലെ ആളുകളെ അങ്ങനെ ഡിസ്ക്രെഡിറ്റ് ചെയ്ത് കാണിക്കാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഇവിടുത്തെ ഒരു മന്ത്രിയും MLA ഒക്കെ ആണല്ലോ. അപ്പോൾ ഈ നാടിനെ ഇത്രയും കാലമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു കൗതുകമാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വരുമ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ച് പോകാറുണ്ട്. എങ്ങനെ? ഞാൻ ഈ വണ്ടിയിൽ രാവിലെ 7 മണിക്ക് കയറുന്നതാണ്. പിന്നെ രാത്രി 12:30 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന്ന് ഇറങ്ങുന്നത്. എൻ്റെ കയ്യിൽ ഫോണില്ല. പോകുന്ന വഴിയിൽ ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു. അപ്പോൾ അതിനിടയിൽ പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ കുറച്ച് വൈകിയാണ് അപ്ഡേറ്റഡ് ആവുന്നത്. എനിക്ക് യാതൊരു രൂപത്തിലുള്ള ശങ്കയില്ല. ഈ നാട്ടിൽ ഇത്തരത്തിൽ ഏത് വർഗീയ കാർഡുമായിട്ട് അവർ വന്നാലും ഈ നാട് അതിനെ ചെറുത്ത് തോൽപ്പിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഏറ്റവും അവസാനം മെയ് 4 എന്തായിരിക്കും പേരാമ്പ്രയുടെ റിസൾട്ട്? മെയ് 4 ഈ മണ്ഡലം UDF തൂക്കും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു. ഫാത്തിമ തഹ്ലിയാണ്. വലിയ പ്രതീക്ഷയിലാണ്. ഈ പേരാമ്പ്ര നിയോജക മണ്ഡലം മെയ് 4 UDF തൂക്കും. വർഗീയ കാർഡിന് ജനം ശക്തമായ മറുപടി നൽകും എന്നുകൂടി അവർ വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.